ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ദാ പിടിച്ചോ, ദാ പിടിച്ചോ, ദാ പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ OP ഒളശ ഒളശ PO. തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്താ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. അതാ വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്. പോക്കി തോന്നി ദിവസം കാണിക്കാൻ നിന്റെ പറവ് ചന്ദ്രൻ വിചാരിച്ചോ? അയ്യോ, സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുട്ടികൾ 2 ഓടി, അച്ഛനും അമ്മയും മരിച്ചു. ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ്. ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു. വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം തീർക്കുന്നു, ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പ കിഡ്നി ട്രബിളോ ആകാം. അതിനൊരു സൈഡ് ട്രാക്ക് വേറെ ചേർത്തിട്ടുണ്ട്. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരക്ഷരം മിണ്ടാൻ നിന്റെ കിഡ്നി ഞാൻ തീർന്നു. എന്നിട്ട് പറ. ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പേരെന്താണെന്ന് അറിയാമോ? അറിയാം. MT ദാമോദരൻ. മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ. മഹാതെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും. നിന്റെ തന്ത പറയും. പുള്ളിക്കാരൻ പറയും. നല്ല വിവരമുള്ളവനായിരുന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ. നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യനെ വെനക്കെടുത്താൽ പോടാ. പോകാം. സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യുക? ആധുനിക സാഹിത്യ സൃഷ്ടികൾ, അല്ലെങ്കിൽ ശുദ്ധഹാസ്യം. അതുമല്ല, കുറച്ചും കൂടെ കീഴ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പോൾ ഞാൻ പോകുന്നു. പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP ഒളച്ച തിരിച്ചു വരും. ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയേക്കരുത്. അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ ഇതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ. സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ? എനിക്കറിയാം. പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയനുണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിക്കുമെന്ന് വിചാരിക്കാം. അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ, അതെങ്ങനെ? അങ്ങനെ സംഭവിക്കുമെന്ന് സങ്കല്പിക്കുക. അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല. ആളിന്റെ സ്വഭാവം പോലെ. ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും ഊഹിച്ചു പറ. നിനക്ക് കോമഡി മനസ്സിലാവും. അത് തുണയുണ്ടെങ്കിൽ ഇറങ്ങി വരിക. 8 വീട്ടിൽ ലാഭം വേണ്ട ഏതോടെ മാനവപ്പെടുത്തിയത്. നിന്റെ പത്രം ഞാൻ അവസാനിപ്പിക്കടാ. എടാ, ഇതിനകത്ത് ചങ്കടപ്പുള്ള ഒരു ചെറ്റ ഇരിപ്പില്ലടാ. ഉണ്ടെങ്കിൽ ഇറങ്ങി വരിക. കുത്തും കൊലയും ജയിലും ഒന്നും എനിക്ക് പുത്തരി മാറിയേ. എല്ലാത്തിനും ഞാൻ ബോംബിട്ട് നശിപ്പിക്കും. ഞാൻ കൊലമരത്തിൽ കയറുവിട. ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? മാനവും മര്യാദയ്ക്ക് മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അയ്യോ, തല്ലല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. ഞാനല്ലേ എഴുതി. ഇനിയാടാ ഉടുപ്പേന്ന് ഇവിടെ
ഉടുപ്പേന്ന് വിടെ ഞാൻ കാണിച്ചു തരാം. വന്നത് എടാ നീയാണോ ചീപ്പടിച്ചത്? അയ്യോ ഞാനല്ല. കസേരയിലിരിക്കുന്ന എം ടി രാമോദരൻ. തന്നെ റാസ്കളെ, നീ എന്നെ പിന്നെ അനാവശ്യം ഞാനോ? നീ നിന്റെ ഒരു പത്രം നിന്നെ ശരിയാക്കുന്നു. മേലിൽ ആരപ്പ് ചെയ്യുന്ന അനാവശ്യമായ ന്യൂസ് എഴുതിയ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? ഇപ്പൊ പിടികിട്ടി എന്താണ് കോമഡി. വിത്തിൻ 2 weeks കഥ റെഡി.